ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിൽ വിവിധ ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വെച്ച് നടന്ന ശില്പശാല ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ.വി. രാംദാസ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Emmanuel Silks, കാഞ്ഞങ്ങാട്, കണ്ണൂർ and തൃശൂർ. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൗത്യം എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് വിവിധ ആരോഗ്യ വിഷയങ്ങളെക്കുറിച്ച് മാധ്യമ ശില്പശാല സംഘടിപ്പിച്ചത്. കാഞ്ഞങ്ങാട് രാജ് റെസിഡൻസിയിൽ നടന്ന ശില്പശാല ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ.വി. രാംദാസ് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലയിൽ പട്ടികവർഗ മേഖലയിൽ 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യമായി ഗർഭാശയ ഗളാർബുദത്തിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ് നടത്തുമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ.വി. രാംദാസ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ പദ്ധതി വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര സർക്കാർ തന്നെ ആലോചിച്ചിരുന്നു, കഴിഞ്ഞ ബജറ്റിൽ മെൻഷൻ ചെയ്തോ എനിക്ക് സംശയമുണ്ട്. വാക്സിൻ, പാപ്പിലോമ വൈറസിനെതിരെയുള്ള HIV വാക്സിൻ കൊടുക്കാനുള്ളൊരു ഇത് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇതുവരെ തത്വത്തിലായിട്ടില്ല. പക്ഷേ ഈ ഒരു കാര്യം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ ജില്ലാ പഞ്ചായത്ത് ഇപ്രാവശ്യം ഒരു 35 ലക്ഷത്തോളം രൂപ ഇതിലേക്കായി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ലാസ്റ്റ് ഘട്ടത്തിലാണ് തന്നത്. ജില്ലാ സർവൈലൻസ് ഓഫീസർ ഡോക്ടർ ബി സന്തോഷ് അധ്യക്ഷനായി. കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന ക്യാൻസർ പ്രതിരോധ ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ഗർഭാശയ ഗളാർബുദവും പ്രതിരോധവും എന്ന വിഷയം നർക്കിലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ അലോക് പി രാജ് കൈകാര്യം ചെയ്തു. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പി രഞ്ജിത്ത് സൂര്യാഘാതത്തെക്കുറിച്ചും കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ കെ സന്തോഷും ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ, ടെക്നിക്കൽ അസിസ്റ്റന്റ് എം ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ അബ്ദുൽ ലത്തീഫ് മഠത്തിൽ സ്വാഗതവും ദേശീയ ആരോഗ്യ ദൗത്യം കൺസൾട്ടന്റ് കമൽ കെ ജോസ് നന്ദിയും പറഞ്ഞു. ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിവിധ ജനോപകാരപ്രദമായ ക്യാമ്പയിനുകൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി ആരോഗ്യവകുപ്പിനൊപ്പം വിവിധ വകുപ്പുകളുമായി യോജിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരുടെ സഹകരണത്തോടുകൂടി കൂട്ടായ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.